ഡെലിവറി അടുത്തപ്പോഴത്തേക്ക് ഞങ്ങളെ രണ്ടുപേരെയും കിട്ടത്തില്ല എന്ന് SIT-യിൽ അന്നത്തെ ഫേമസ് ഡോക്ടറായ ഒരു ലളിത എന്നൊരു മാഡമാണ്, ഇന്ന് ജീവനോടെ ഉണ്ടോ എന്നറിയില്ല, നല്ലൊരു സ്നേഹമുള്ള ഒരു മാഡം. പുള്ളിക്കാരി പറഞ്ഞു ജീവനോടെ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം എൻ്റെ അമ്മയുടെ ശരീരം മുഴുവൻ നീരായി, കാരണം ലഭിക്കില്ല എന്നുള്ള ആ ഒരു ഇതായിരുന്നു. വളരെ ഒരു ആഗ്രഹത്തോടെ 3 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ദൈവം നൽകിയതാണ് എന്നെ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും 3 വർഷക്കാലം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവസന്നിധിയിൽ അത്രയും കരഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ നേടിയതാണ് എബിയെയും. ദൈവം അങ്ങനെയാണ് എബിനെയും തന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത വ്യക്തികളെ ഭൂമിയിൽ ജനിക്കുവാൻ പിശാച് അനുവദിക്കത്തില്ല എന്നുള്ള സാക്ഷ്യമാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ അച്ഛൻ ആ SIT-യുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തിരുന്ന് അയ്യം വിളിച്ച് കരഞ്ഞു. എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ജീവനോടെ തരികയാണെങ്കിൽ അപ്പൻ്റെ നാമത്തിൽ ആലയത്തിന് വേണ്ടി സ്ഥലം മേടിച്ചു കൊടുക്കുമെന്നും, അങ്ങനെ ആലയത്തിന് സ്ഥലം വാങ്ങിച്ചു കൊടുത്ത ചർച്ചാണ് ആ എലക്കോട് CSI ചർച്ച്. അത് കഴിഞ്ഞ് ജനിച്ചതിന് ശേഷവും എന്നും എനിക്ക് അസുഖങ്ങളാണ്, കാരണം എന്നും അസുഖമായിരുന്നു. അപ്പം ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് പിശാച് വളരെയധികം വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഡ്രോയിങ്ങിനൊക്കെ, ക്രാഫ്റ്റിനും ഡ്രോയിങ്ങിനും ഒക്കെ ഭയങ്കര ഉത്സാഹമുള്ളായിരുന്നു. കുഞ്ഞിലെ തൊട്ടേ അതിനെല്ലാം ഫസ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പഠനത്തിലും മുന്നോട്ടായിരുന്നു, പഠനത്തിലും നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മാർക്ക് താഴോട്ട് വരാൻ തുടങ്ങി. അതുവരെയും എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, 50 ഔട്ട് ഓഫ് 50 ആയിരുന്നു എല്ലാ വിഷയത്തിനും. 8ാം ക്ലാസ് കഴിഞ്ഞ സമയം തൊട്ട് 1/2 മാർക്ക് 1 മാർക്ക് ഇങ്ങനെ കുറഞ്ഞ് പിന്നെ പഠിക്കാനേ കഴിയാതായി. ഞാൻ ബെഡ്രിഡനായി. എനിക്ക് പഠിക്കാൻ സാഹചര്യമില്ല, ഞാൻ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലെല്ലാം എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10th അതായത് ഞാൻ എൻ്റെ 14ാം വയസ്സിലോട്ട് കാല് വെക്കുന്ന ആ സമയത്ത് ഈ കാട്ടാക്കട ദേശത്തുള്ള ഒരു ദൈവദാസൻ എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കൊച്ചൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ വിളിക്കുകയും ഞാൻ ആ വീട്ടിലോട്ട് പ്രവേശിച്ചതും ആ ദൈവദാസൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ 14 വയസ്സ് പൂർത്തിയാക്കത്തില്ല എന്ന് പറയുവാനിടെ. അത് കേട്ടതും നിങ്ങളിൽ ആരായാലും അങ്ങനെ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സഹിക്കാൻ കഴിയോ? നിങ്ങൾ ജീവിച്ചിരിക്കത്തില്ല എന്ന് നിങ്ങളെ മുഖത്ത് നോക്കി ഞാനോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുമോ? പറ്റത്തില്ല. അതുപോലെ എനിക്ക് സഹിക്കാൻ കഴിയാതെ ഞാൻ നിലവിളിയോടെ ഓടി. ഞാൻ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോയി. ആരുമായിട്ട് ഞാൻ സംസാരിക്കത്തില്ല, പഠിക്കത്തില്ല. സ്കൂളിൽ പോവും, കാരണം 10th അല്ലേ, സ്കൂളിൽ അറ്റൻഡൻസ് കൂടിയേ തീരും. പോയി അവിടെ ചെന്ന് കിടക്കുമായിരുന്നു. അത് എൻ്റെ അമ്മയ്ക്കും അപ്പനും വളരെ ഭാരമായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആത്മീകമായിട്ട് മുന്നോട്ട്. മുമ്പേ CSI ബാക്ക്ഗ്രൗണ്ടാണ്. എപ്പോഴും പള്ളി ആരാധന തുടങ്ങുന്നതിന് മുന്നേ, ഇപ്പോൾ 8 മണി ആരാധനയാണെങ്കിൽ 7:45 പള്ളിയിൽ എത്തണമെന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ നിർബന്ധമായ കാര്യമാണ്. കറക്റ്റ് അവിടെ എത്തിയിരിക്കും. ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ അവിടെ എത്തിയിരിക്കും. ചർച്ചിലെല്ലാത്തിനും ഞങ്ങൾ ആക്റ്റീവാണ്. ഒന്നിലും മാറ്റി നിർത്തിയിട്ടില്ല. ഞങ്ങളെല്ലാത്തിലും എന്തൊക്കെ ചർച്ചിൽ അവസരം കിട്ടുമോ ഒന്നിലും മാറിയിരിക്കില്ല. അതുപോലെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, എല്ലാത്തിലും മുമ്പന്തിയിൽ വരണമെന്നുള്ളത്. ആ രീതിയിൽ ആക്റ്റീവായിരുന്നു. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഭാരമായപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട്, ആത്മീകമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് അങ്കിൾ ജീവനോടെ ഇല്ല, ഇന്ന് അങ്കിളുടെ മക്കളാണ് നടത്തിക്കൊണ്ട് വരുന്നത് ശുശ്രൂഷ. അങ്ങനെ അവിടെ അവർ വന്ന് വീട്ടിൽ വന്ന് എല്ലാ സൺഡേയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലത്തിലാണ് എനിക്ക് SLC എക്സാം എഴുതാൻ സാധിച്ചതും അവിടെ പാസ്സാവും. വലിയ വിജയമൊന്നും കിട്ടിയില്ല. എനിക്ക് നാണക്കേടൊന്നുമില്ല പറയാൻ. എനിക്ക് 2nd ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ പഠിക്കാതെയാണ് ചെന്ന് പരീക്ഷ എഴുതിയത്. എനിക്ക് പഠിക്കാനേ കഴിയത്തില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ തോൽപ്പിക്കത്തില്ല, എനിക്ക് എഴുതാൻ പറ്റും, ജയിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ മിക്കവർക്കും 10th മാർക്ക് പറയുന്നത് മാത്സിനായിരിക്കും. പക്ഷെ എനിക്ക് മാത്സിന് ഹയസ്റ്റ് ആയിരുന്നു, 96 മാർക്ക് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്റ്റിനും മാർക്ക് കുറവായിരുന്നു. എന്നാലും 50% എബോവ് മാർക്ക് കിട്ടി. പക്ഷെ എൻ്റെ ലക്ഷ്യം ആയിരുന്നത് 90% എബോവ് എല്ലാ വിഷയത്തിനും, കാരണം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത്, എനിക്ക് ആർട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലെ തൊട്ടേ ഡ്രോയിങ്,
ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികളാണെങ്കിലും ആണിന് തുല്യം ജീവിച്ചത് ഞാനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫുൾ സഹായി ഞാനായിരുന്നു. ഞങ്ങൾക്ക് ആണുങ്ങളില്ലെങ്കിലും ആണെന്നുള്ള രീതിയിൽ ജീവിച്ചത് ഞാൻ. കാരണം കുഞ്ഞിലെ ഇലക്ട്രിക് പരിപാടികൾ അത്രയും ചെയ്യും. എന്തൊക്കെ ആണുങ്ങൾ ചെയ്യണ എന്തൊക്കെ ജോലിയുണ്ടോ അങ്ങനെയുള്ളതെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതായത് ഇപ്പോഴത്തെ +2. പണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രീ ഡിഗ്രി പഠിച്ചാൽ മതി. ഇന്ന് കമ്പൽസറി +2 പഠിച്ചേ പറ്റുള്ളൂ. 10th കഴിഞ്ഞ് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ +2 പഠിച്ചാലേ വേറെ ഓപ്ഷനുള്ളൂ. പക്ഷെ ഞങ്ങളുടെ സമയത്ത് 10th കഴിഞ്ഞ് ഏത് വേണോ തിരിഞ്ഞ് പഠിക്കാം. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ല +2 പഠിക്കാനായിട്ട്. എനിക്ക് ആഗ്രഹം ടെക്നിക്കലായിട്ട് പോകണം എന്നുള്ളത്. അമ്മയ്ക്ക് ആഗ്രഹം എനിക്ക് ടീച്ചർ ആവണമെന്നുള്ളതാണ് എൻ്റെ അംബീഷൻ. ഭാവിയിൽ ഒരു ടീച്ചർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ അംബീഷൻ. കുഞ്ഞു താള് തൊട്ട് ആര് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു എനിക്കൊരു ടീച്ചറാവണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ ഫീൽഡ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ അച്ഛൻ ആഗ്രഹമായിരുന്നത് ടെക്നിക്കൽ ലെവലിൽ ട്യൂട്ടറാക്കി മാറ്റണമെന്ന്. ടീച്ചേഴ്സിന് അവിടെ പറയുന്ന ട്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ട്യൂട്ടറാക്കി മാറ്റണമെന്ന്. അപ്പം അച്ഛൻ ആഗ്രഹം എന്നെ ടെക്നിക്കൽ ലെവൽ പഠിപ്പിക്കാൻ, അമ്മയ്ക്ക് ആഗ്രഹം ഡിഗ്രി എടുക്കണം, B.Ed എടുക്കണം, അങ്ങനെയുള്ള ലെവല്. പിന്നെ അച്ഛൻ എല്ലാം അമ്മയുടെ ഇഷ്ടത്തിന് വിടും. അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. കുഞ്ഞിലെ തൊട്ടേ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള അച്ഛനെല്ലാം അമ്മയുടെ ഇഷ്ടത്തിന് വിടും. അങ്ങനെ അമ്മയുടെ ഇഷ്ടം കാരണം എന്നെ പ്രീ ഡിഗ്രിക്ക് കൊണ്ട് ചേർത്തു. ഞാൻ പ്രീ ഡിഗ്രി നല്ല അടിപൊളിയായിട്ട് ഫെയിലായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം. ഞാൻ ക്ലാസ്സിൽ കയറത്തില്ലായിരുന്നു. ഇന്നങ്ങനെ നടക്കൂല. അന്ന് ക്ലാസ്സിൽ കയറത്തില്ലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ അവിടെ ഒരു വാതിലുണ്ട്, അവിടെ ഒരു വാതിലുണ്ട്, ഇവിടെ 2 വാതിലുണ്ട്. ടീച്ചേഴ്സ് അറ്റൻഡൻസ് എടുക്കണത് ഇങ്ങനെ ഇരുന്നാണ് അറ്റൻഡൻസ് എടുക്കണം. പിള്ളേരെ കാണൂല. ഞാൻ അവിടെ ഇരുന്ന് അറ്റൻഡൻസും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയെന്ന് പോകും. എന്നിട്ട് കോളേജിൽ കറങ്ങി അടിച്ച് നടക്കും, ക്യാൻറ്റീനിൽ പോയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. 2 വർഷം അടിച്ച് പൊളിച്ച് ജീവിച്ചു. അടിച്ച് പൊളിച്ച് ജീവിച്ചു. ഇന്നത്തെ ഡിഗ്രി പിള്ളേർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അന്ന് അടിച്ച് പൊളിച്ച് ജീവിച്ചു. പക്ഷെ കാര്യം എനിക്ക് ഇഷ്ടമില്ല പഠിക്കുക. അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളടുത്ത് എല്ലായിടത്തും പറയുന്നത്, നിങ്ങൾ +2 കഴിഞ്ഞ് ഇനി അടുത്ത് ഏതെങ്കിലും പോകും, അല്ലെങ്കിൽ 10th കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പാരൻസ് ആയാലും മക്കൾക്ക് എന്താണോ ഇഷ്ടം അതിൽ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾ അച്ചീവ് ആവത്തുള്ളൂ. അല്ല അമ്മയുടെ ഇഷ്ടത്തിനോ അപ്പൻ്റെ ഇഷ്ടത്തിനോ പോയാൽ നിങ്ങൾ ഒരിക്കലും സക്സസ് ആവത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് എന്താണോ വിഷയം അതെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവും. മനസ്സിലാവുന്നോ? എല്ലാവർക്കും മനസ്സിലാവുന്നോ? അത് കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ആഗ്രഹം വേണം. എന്താവണം എന്നുള്ള ആഗ്രഹം. എനിക്ക് ടെക്നിക്കൽ ഫീൽഡിൽ ട്യൂട്ടർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ പ്രീ ഡിഗ്രി അങ്ങനെ പോയി. പക്ഷെ അപ്പോഴേ പ്രീ ഡിഗ്രി പോകാതെ ഞങ്ങൾക്ക് +2 പകരം IT പോവാം. അല്ലെങ്കിൽ IT പോവാം, പോളി പോകാൻ പറ്റില്ല. പോളി പ്രീ ഡിഗ്രി കഴിഞ്ഞാലേ പോകുള്ളൂ, അല്ലെങ്കിൽ IT കഴിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം +2 അടിപൊളിയായിട്ട് ഫെയിലായി. 1-2 വിഷയത്തിനൊക്കെ ഫെയിലായി. ഞാൻ പഠിക്കൂല, എനിക്ക് താല്പര്യമില്ല. അമ്മയൊക്കെ നല്ല ട്യൂഷൻ തന്നു, സിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ട്യൂഷൻ തന്നു. പക്ഷെ ട്യൂഷൻ ക്ലാസ്സിൽ പോയാലും ഞാൻ പഠിക്കൂല, എനിക്കിഷ്ടമില്ല. അങ്ങനെ വന്ന് പിന്നെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പ്രകാരം എനിക്കിഷ്ടവും ടെക്നിക്കൽ ലെവൽ. അങ്ങനെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ കൊണ്ട് ചേർക്കുകയും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് റാങ്കോടെ 2 വർഷവും പാസ്സായി. ഫസ്റ്റ് റാങ്കാണ് ദൈവം തന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് റാങ്കാണ് തന്നെ. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ മാത്രമാണ് ഗേളായിട്ട് ഞാൻ പഠിച്ച ഇതിലുള്ളത്. 25 ആൺകുട്ടികളുടെ ഇടയിൽ എല്ലാം ചേട്ടന്മാരാണ്. ഞാനാണ് കുഞ്ഞുകുട്ടി. അവരുടെ കുഞ്ഞനിയത്തിയായിട്ട് അവിടെ ഇരുന്നു പഠിച്ചു. ആ പിള്ളേർ സാധാരണ ടെക്നിക്കൽ ലെവലിലുള്ള എല്ലാത്തിനും ആൺപിള്ളേരാണ് മുൻപന്തിയിൽ സാധാരണ വരുന്നത്. പക്ഷേ എനിക്ക് പ്രാക്ടിക്കലിന് പോലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ സമയത്ത് എൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പാണ് വിവാഹം നടക്കുന്നത്. മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് ഈ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരം ട്യൂട്ടറായിട്ട് വേണം. പിന്നെ ഇവിടെ ജോലിക്ക് വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് അവിടെ വെച്ച് തീർന്നു. എൻ്റെ ട്യൂട്ടർ എന്നുള്ളൊരു സ്വപ്നം അവിടെ വെച്ച് തീർന്നു. പക്ഷേ ദൈവം വീണ്ടും ചില പ്രശ്നങ്ങളായി. ഞാൻ വീണ്ടും പഠിക്കാൻ എനിക്ക് ദൈവം അവസരം തന്നു. ഞാൻ TTC പഠിച്ചു. കാരണം എൻ്റെ സ്വപ്നം ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ എന്നുള്ള TTC പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ഡിഗ്രി ചെയ്തെങ്കിലും ആഗ്രഹത്തോടെയാണ് ഡിഗ്രി ചെയ്തത്. പക്ഷെ എന്നെ കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റില്ല. 2 വർഷമേ പഠിച്ചുള്ളൂ, 3rd ഇയർ പഠിച്ചില്ല.
അത് കഴിഞ്ഞ് അത് ഡിസ്റ്റൻ്റായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാകുമ്പോൾ BBA ആണ് പഠിച്ചത്. അതായത് ഇപ്പോൾ എബിചാടം പഠിച്ച വിഷയമാണ് ഞാൻ പഠിച്ചത്. പക്ഷേ BBA നമ്മൾ ക്ലാസ്സിൽ പോയി പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം സൺഡേ ആണ് ക്ലാസ്സസ്. സൺഡേ ഒരു കാരണവശാലും പള്ളി വിട്ടുള്ള പരിപാടി എൻ്റെ ജീവിതത്തിൽ ഇല്ല. അത് ഇന്നും നിങ്ങൾക്കറിയാം. രാവിലെ പള്ളി എന്ന് പറഞ്ഞ് ഇറങ്ങിയ രാത്രി 11 മണിക്കാണ് വീട്ടിൽ എത്തുന്നത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. പള്ളി കിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പം പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ എനിക്ക് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ അത് മതിയാക്കി. പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷേ TTC പഠിച്ചു. പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പറ്റി. പക്ഷേ 10th തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഇവിടെ ഞാൻ ഒരു സ്റ്റിച്ചിങ് പഠിച്ചു. എന്നിട്ട് അത് സാധാരണ സ്റ്റിച്ചിങ്, സാധാ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ അധികം ഒന്നും പഠിപ്പിക്കത്തില്ല. ജസ്റ്റ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. പക്ഷേ എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്രാഫ്റ്റ് കാര്യങ്ങളോട്, സ്റ്റിച്ചിങ്ങിനോട്, ഇങ്ങനെയൊക്കെ ഡ്രോയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ഉള്ളിലെ പാഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പം അമ്മയ്ക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടർ ആവാൻ പോയാൽ നമുക്ക് പഠിച്ചെത്താൻ പറ്റില്ല. അമ്മയ്ക്ക് എൻജിനീയർ ആവണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പൻ എൻജിനീയർ ആവണമെന്ന് പറഞ്ഞ് പോയാൽ എത്താൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഏത് കാര്യമായാലും നമുക്കൊരു പാഷനുണ്ട്, നമ്മുടെ ഇഷ്ടമുണ്ട്, നമ്മൾക്ക് അതിന് പറ്റും എന്ന് നമുക്കുണ്ടെങ്കിൽ മാത്രമേ സ്റ്റെപ്പ് വയ്ക്കാവൂ. അല്ലാതെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ട് മാതാപിതാക്കളെ പൈസ കളയാന്നുള്ളതേ ഉള്ളൂ, ഒരിടവും എത്തിച്ചേരത്തില്ല. മനസ്സിലായെന്നാണ് ഞാൻ എല്ലാ പാരൻസിനോട്, എന്നോട് സംസാരിക്കുന്ന പാരൻസിനോട് ഞാൻ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഒരിക്കലും കുട്ടികളെ എത്തിച്ചേരില്ല. കാരണം കുട്ടികളുടെ ഇഷ്ടമുള്ള വിഷയത്തിലോട്ട് വിട്ടാൽ മാത്രമേ അവർ സക്സസ്സിലേക്ക് എത്തുകയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാൻ അന്ന് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല. പക്ഷേ ഇഷ്ടം പോലെ എൻ്റെ ഐഡിയ, ഞാൻ പ്രാവശ്യം പറയുന്നത്, എനിക്ക് കിട്ടുന്ന ഐഡിയ ഞാൻ ദൈവത്തോട് ചോദിക്കും. ദൈവം എനിക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് ഞാൻ ആ രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ദൈവം അത് പഠിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി. ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് കൊച്ചിലെ. പക്ഷേ ഭയങ്കര റേറ്റാണ്. ഞാനന്ന് പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ട സമയത്ത് അന്ന് അവിടെ 50,000 രൂപയാണ് ഫീസ്. പണ്ടത്തെ 50,000 എന്ന് പറയുന്നത് ഇന്നത്തെ ഫീസ്, അവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപയാണ് അവിടുത്തെ ഫീസ്. അന്ന് 50,000 രൂപ. പക്ഷേ കഴിഞ്ഞില്ല. എന്നാലും ദൈവം അതിൻ്റെ അവിടെ പഠിച്ച ടീച്ചർ തന്നെ, അവിടെ പഠിച്ച ടീച്ചർ എന്നെ പഠിപ്പിക്കാനിടയായി. അപ്പോൾ അവിടുത്തെ അതേ മെത്തേഡ് എനിക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹമാണ് ടീച്ചറെന്നും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് പിന്നെ ആയപ്പോഴത്തേക്ക് സ്ഥാപനം ഇടണം, കുറേ കുട്ടികളെ പഠിപ്പിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം. അത് കുട്ടികളൊന്നുമില്ല, എനിക്ക് ചെറിയ കുട്ടികളായാലും വലിയവരായാലും ഏജൊന്നും നോക്കണം, വയസ്സായ അമ്മച്ചിമാരായാലും പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം. കാരണം അവരെ കൊണ്ട് കഴിയുന്നത് അവർ ചെയ്യണം. വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എൻ്റെ ആഗ്രഹമാണ്. അപ്പം ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ദൈവം ഈ വർഷം എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് ദൈവം കൃപ ചെയ്തു. മറ്റാരുമല്ല, ദൈവം കൃപ ചെയ്തു. ഞാൻ വർഷങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്. കാരണം എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ എനിക്ക് ചെയ്യാൻ പാടില്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യാൻ പാടില്ല. എനിക്കതൊരു ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഭാര്യയാണോ ഭർത്താവിൻ്റെ അനുവാദത്തോട് കൂടിയേ ഏത് കാര്യവും ചെയ്യാവൂ. അപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പെർമിഷൻ വേണം. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം കഴിഞ്ഞ വർഷം അവസാനമായപ്പോൾ നവംബർ മാസത്തിൽ എൻ്റെ ഹസ്ബൻഡ് അനുവാദം തന്നു. ഡിസംബർ തൊട്ട് ഞാൻ പണി തുടങ്ങി. ജനുവരിയിൽ പണി പൂർത്തിയാക്കി. ജനുവരി അവസാനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ എൻ്റെ ദൈവം എൻ്റെ വലിയ ആഗ്രഹത്തെയാണ് ദൈവം നടത്തി തന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മാതാപിതാക്കളോട് ഷെയർ ചെയ്യണം. മനസ്സിലാവുന്നോ? ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകാവൂ, എന്നാൽ മാത്രമേ നിങ്ങൾ സക്സസ് ആവുകയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ മുതിർന്ന കുട്ടികൾ അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. നിങ്ങളുടെ അംബീഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സബ്ജക്ട്സ് എടുത്തു വെച്ച് പഠിക്കുക. പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മനസ്സിലാവുന്നു? നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആഷ്ലിക്ക് ഒരു ലക്ഷ്യമുണ്ട്, പോലീസ് ആവണമെന്നുള്ളത്. ആഷ്ലി പറയും എനിക്ക് പോലീസ് ആവണമെന്ന്. അവൾ ആ ലക്ഷ്യത്തിൽ പഠിക്കുന്നു. അപ്പം അതുപോലെ എനിക്ക് മറ്റുള്ളവരുടെ അറിഞ്ഞൂടാ. ഏഞ്ചലിൻ്റെ അറിയാം. എൻ്റെ ഏഞ്ചലിനാണെങ്കിൽ വർഷിപ്പ് ലീഡർ. അപ്പം ഞങ്ങൾ അതിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യണം.
അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ കുട്ടികളുടെ അംബീഷൻ അനുസരിച്ച് ഞാൻ ആഷ്ലിയുടെ അടുത്ത് ഇൻറ്റിമേറ്റായിട്ട് ഇടപെട്ടിട്ടുള്ളതാണ് അവളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് എനിക്കറിയാമെന്നുള്ളത്. ബാക്കിയുള്ള അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? ചോദിച്ചെങ്കിൽ ഓരോരുത്തരുടെ ഞാൻ ഇപ്പോൾ പറഞ്ഞാണ്. ആ ലക്ഷ്യത്തിൽ തന്നെ പഠിക്കണം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം 10th പഠിക്കുന്ന പിള്ളേർ എഴുന്നേറ്റുന്നേ, നിങ്ങൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. +2-ന് നിങ്ങൾക്ക് എന്ത് പഠിക്കണം, നിങ്ങൾ ഭാവിയിൽ എന്ത്, ഈ 10th കഴിയുമ്പോഴാണ് നമ്മൾ ഏതിലോട്ടാണ് പോകുന്നതെന്നുള്ള തീരുമാനം എടുക്കണം. 10th കഴിയുമ്പോൾ, കാരണം +2-ലാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്താകണം എന്നുള്ളത് പഠിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നപ്പോഴാണ് 10th കഴിയുമ്പോൾ. 10th കഴിയുമ്പോഴാണ് +2-ന് പഠിക്കുന്നത്. സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്ന എപ്പോഴാണ്? 10th കഴിയുമ്പോൾ. അപ്പം നിങ്ങളുടെ മൈൻഡിലാണ് ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട ടൈമായി. നിങ്ങൾക്കെല്ലാം അഡ്മിഷൻ എടുക്കാനുള്ള ടൈമായി. അപ്പം നിങ്ങളുടെ തലയിൽ വേണം നിങ്ങൾ എന്താകും. ആ ലക്ഷ്യം വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കണം, മാതാപിതാക്കളോട് പറയണം എനിക്കിതാണ് ആഗ്രഹം, എനിക്ക് അതിൽ പഠിക്കാൻ വിടണമെന്നുള്ളത്. അല്ലാതെ നിങ്ങൾ അമ്മയുടെ അപ്പൻ്റെ ഇഷ്ടത്തിനല്ല പഠിക്കാൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്ന? അതുപോലെ അടുത്ത് +2-കാർ എഴുന്നേറ്റ്, +2-കാർ അടുത്ത് ഡിഗ്രിക്ക് സ്പെഷ്യലൈസേഷനാണ്. അറിയാമോ? ഡിഗ്രി സ്പെഷ്യലൈസേഷനാണ്. നിങ്ങൾ ഇപ്പം ഏതാണോ പഠിക്കുന്നത് അതിൻ്റെ സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താവണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലുണ്ടോ, ആ വിഷയമാണ് ഡിഗ്രിക്ക് എടുക്കാൻ. മനസ്സിലായോ? ഇപ്പം കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് ആ സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിക്കണം. മനസ്സിലായോ? ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാത്ത ക്ലാസ്സുകളുണ്ട്. പണ്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനെയില്ല, പക്ഷേ ഇപ്പം അങ്ങനെയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക്. ഇപ്പം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അഥവാ കോളേജിൽ കിട്ടൂല എന്നല്ല ഞാൻ പറയുന്നത്, അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻ്റ് എടുത്ത് പഠിക്കണം. നിങ്ങളുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഡിസ്റ്റൻ്റ് എടുത്ത് പഠിക്കണം. എന്നിട്ട് സ്പെഷ്യൽ ട്യൂട്ടോറിയലുണ്ട് സിറ്റിയിൽ. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. സിറ്റിയിൽ സ്പെഷ്യൽ ട്യൂട്ടോറിയൽസ് ഉണ്ട്. അവിടെ പോയി നിങ്ങൾ പഠിക്കണം. മനസ്സിലാവുന്നു? അവിടെ ഡെയിലി ക്ലാസ് കാണും. സാറ്റർഡേ സൺഡേ മാത്രമല്ല, ഡെയിലി ക്ലാസ് കാണും. അവിടെ പോയി പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം. മനസ്സിലാവുന്ന? അതെൻ്റെ ആഗ്രഹമാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം, ഈ സൺഡേ സ്കൂളിലുള്ള കുട്ടികളെല്ലാം നല്ല നിലയിൽ എത്തണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. മനസ്സിലാവുന്ന ജോണി ചേട്ടാ? എല്ലാവരും നല്ല സക്സസ്സിലേക്ക് എത്തണം. മനസ്സിലായോ? ഇവിടെയുള്ള കുട്ടികൾ ഉന്നത നിലയിൽ എത്തിയെന്ന് കേൾക്കുമ്പം സന്തോഷമാണ്. മനസ്സിലായോ? എല്ലാവരും ഇരുന്നേ. അങ്ങനെ എൻ്റെ ഈ കൊച്ചു സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.